എവ്രി വൺ. ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു സംശയമാണ്, ജെൻറ്റിൽ പാരൻറ്റിങ് നല്ലതാണോ, അതെ അതിന് മോശം വശങ്ങളുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കുറേ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണല്ലോ. അപ്പം ഞാൻ വർക്ക് ചെയ്യണത് ഇന്ത്യയിലെ തന്നെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രൊഫസറായിട്ടാണ്. അപ്പോൾ എനിക്ക് വേൾഡിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ കുട്ടികളുണ്ട്, എന്നും കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ബിഹേവിയറിലെ ചേഞ്ചസ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു സ്റ്റുഡൻറ്റ് വന്നു. 4 വയസ്സാണ് കുട്ടിയുടെ പ്രായം. അപ്പോൾ ഈ കുട്ടി 3 വയസ്സുള്ള സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ബിഹേവിയർ ആയിരുന്നു. നമ്മൾ പറയുന്നതൊക്കെ നല്ലോണം കേൾക്കും, നല്ലോണം ശ്രദ്ധിക്കും, നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഡൗട്ടുകൾ ചോദിക്കും, നല്ലോണം പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നല്ലൊരു ചെറിയ ചെറിയ കുസൃതികളുണ്ട്, അതിപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുമല്ലോ. എന്നാലും നല്ലോണം അറ്റൻറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ കുട്ടി അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ 4 വയസ്സായിട്ടാണ് വരുന്നത്. ഈ കുട്ടിയുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി ചേഞ്ചായി. ഒരു ഒറ്റ കൊല്ലം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ ഒട്ടും ശ്രദ്ധിക്കണില്ല. അറ്റൻഷൻ എന്ന് പറയുന്നത് 0%. അവിടെ ഇവിടെ നോക്കിയിരിക്കുക, വേറെ കാര്യങ്ങൾ ചെയ്യുക, വേറെ ആൾക്കാരോട് സംസാരിക്കണ പോലെയൊക്കെ ആക്ട് ചെയ്യുക. റൂമിൽ വേറെ ആരുമില്ല. അപ്പോൾ പറയുന്നത് എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്, ഐ ഹാവ് പാരലൽ ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, യു ക്യാൻ ജസ്റ്റ് കോൾ ആൻഡ് ആസ്ക് മൈ മോം. അപ്പോൾ അത്രയും ഒരു ആധികാരികമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു ടീനേജിലൊക്കെ ആകുമ്പോൾ കുട്ടികൾ കുറച്ച് റിബൽ ആവുക, ടീച്ചേഴ്സിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിക്കുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ബിഹേവിയർ വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ എനിക്ക് കാണാനായിട്ട് പറ്റി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് സ്റ്റുഡൻസിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിലുള്ള 4 വയസ്സിൽ 5 വയസ്സിലൊക്കെ ഉള്ള കുട്ടികൾ. അപ്പോൾ ഈ കുട്ടി ക്ലാസ്സിലിരുന്നിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാനും ശ്രദ്ധിക്കണേ ഇല്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ അതിന് പോകാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലിപ്സ്റ്റിക്കൊന്നും ഇടുന്നത് ഈ പ്രായത്തിൽ നല്ലതല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും കേൾക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ടോളൂ, ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ പ്രോഗ്രാം, അപ്പോൾ ഇട്ടോളൂ. അപ്പോൾ പറഞ്ഞു ഇല്ല മാം, എനിക്ക് ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ തന്നെ പോകണം, അതുകൊണ്ട് എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ക്ലാസ് കഴിഞ്ഞിട്ട് കാറിലല്ലേ പോവും, അപ്പോൾ കാറിൽ ഇരുന്നിട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. മനസ്സിലോടെ ആണെങ്കിൽ വേറെ ഒന്നും പറയാനില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ സമ്മതിച്ചു. അതിനുശേഷം ഇങ്ങനെ പേപ്പർ തിന്നുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ തിന്നാന്ന് പറയുമ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു സാധനം ഇങ്ങനെ എൻജോയ് ചെയ്ത് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേപ്പറിൻ്റെ ഒരു സൈഡ് മുഴുവൻ കഴിച്ചു. അപ്പോൾ ഞാൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ ക്ലാസ് ഞാൻ പറഞ്ഞു പേരൻറ്റിനെ ഒന്ന് വിളിച്ചിട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം കുറേ സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ മോൾ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കോൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലോടെ അപ്പോൾ എൻ്റെ അടുത്ത് ഭീഷണി പോലെ പറഞ്ഞു എന്നെ പറ്റി ഒന്നും തെറ്റായിട്ട് പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പോയിട്ട് പേരൻറ്റിനെ വിളിച്ചിട്ട് വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒന്നിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ആൾ പറയാണ് ഐ ഡോണ്ട് വോണ്ട് ബോത്ത് ഓഫ് യു ടു കം ടു മൈ റൂം. അപ്പോൾ ശരിക്കൊരു ബോസ്, ഭയങ്കര ഒരു ഓർഡറിങ് ആണ്. അപ്പോൾ ഞാൻ ആകാംക്ഷയോടെ നോക്കി അച്ഛനും അമ്മ എങ്ങനെയാണ് ഇതിന് റിയാക്ട് ചെയ്യണത്. അവരതിന് തിരിച്ചൊന്നും പറയണില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കുട്ടി എന്താണോ പറയണത് അത് അതുപോലെ അംഗീകരിച്ച് കൊടുക്കുകയാണ് ഈ പേരൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഞാൻ പേരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് പേപ്പർ കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, പേപ്പർ കഴിക്കുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ പേരൻറ്റ് കുട്ടിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അടുത്ത വഴിക്ക് ആൾ പറഞ്ഞു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പീസ് ഓഫ് പേപ്പർ, അതിൽ കുറേ നമ്പേഴ്സ് ആൽഫബറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അടുത്തുണ്ട് നോക്കിയാൽ കാണാം. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യേണ്ട പോലത്തെ ഒരു അവസ്ഥ വന്നു. ഇത് മാത്രമല്ല, അറ്റൻഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2019-20 ആ കാലഘട്ടത്തിലൊക്കെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരുന്നു സത്യത്തിൽ. പക്ഷേ ഇപ്പോൾ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ആകെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അവർക്ക് അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. ഇതിൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഒന്ന് മൊബൈലിൻ്റെ യൂസ്, രണ്ടാമത്തത് ജെൻറ്റിൽ പാരൻറ്റിങ്. നമ്മൾ കുട്ടികളുടെ നല്ലതിനെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നത് മുഴുവനായിട്ട് അതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അവരുടെ നല്ല ഭാവിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ വലുതായിട്ട് ഈ സൊസൈറ്റിയിലേക്ക് തന്നെയല്ലേ ഇറങ്ങണത്. ഇവർ വലുതായിട്ടൊരു ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ എല്ലാവരും ഇതുപോലെ ഇവരുടെ അടുത്ത് ഭയങ്കര ജെൻറ്റിലായിട്ടൊന്നും നിൽക്കില്ലല്ലോ. അവർ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ അവർ അപ്സെറ്റ് ആവും. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തെ സൊസൈറ്റിയിൽ ഒരിക്കലും അവർ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് നമ്മുടെ കുട്ടികൾക്ക് തന്നെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നത് അവർക്ക് നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ടു മച്ച് ഓഫ് ജെൻറ്റിൽ പാരൻറ്റിങ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് എ ചൈൽഡ് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് കാര്യം മൊബൈലിൻ്റെ യൂസേജ്. ഇപ്പോൾ ഈ 2020 ശേഷം മൊബൈലിൻ്റെ യൂസേജ് കുട്ടികളിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട്സ് ഭയങ്കരമായിട്ട് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അതാണ് ഒരു റീസൺ ഈ കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ളത്.
ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ആയുർവേദിക് ക്ലിനിക്കിൽ പോയപ്പോൾ 2 നിലയുള്ള ഒരു ബിൽഡിംഗാണ്. മേലെ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. കരച്ചിലെന്ന് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് നിർത്താത്ത കരച്ചിൽ, നോൺ സ്റ്റോപ്പ് കരച്ചിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ വല്ല കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആയുർവേദിക് സ്ഥലത്തേക്കല്ലല്ലോ കൊണ്ടുവരാം, എമർജൻസി അങ്ങനെയൊക്കെയല്ലേ കൊണ്ടുപോയി, കുട്ടി എന്തായിരിക്കും ഇങ്ങനെ കാരണം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. അങ്ങനെ കുറേ നേരം കരച്ചിലിന് ശേഷം ഒരു അമ്മയും കുട്ടിയും മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ട്, കുട്ടി കരയണില്ല. അമ്മ ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം ആ ടാബ് വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും കുട്ടി കരയാണ്, ജീവൻ പോണ പോലെയാണ് കുട്ടി കരയണത്. അപ്പോൾ അമ്മ തിരിച്ചത് കൊടുത്ത വഴിക്ക് കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു. അതിനുശേഷം പിന്നെ അമ്മ അത് എടുക്കാൻ നോക്കുന്നുണ്ട്, കുട്ടി കരയാണ്. അപ്പോൾ പിന്നെ അത് തിരിച്ചു കൊടുക്കുക. കരഞ്ഞിട്ട് ആ കുട്ടിയുടെ മുഖമൊക്കെ പിങ്ക് കളറായി, അതുപോലെ കരയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് നമ്മളല്ലേ അവർക്ക് ആദ്യം അത് കൊടുത്തത്. അപ്പോൾ എനിക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെയും കൂടിയും കയ്യിലാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോളാണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഈ ഫോണും ടാബ്ലറ്റും അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം അവർക്ക് കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. അതുപോലെ തന്നെ അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും വീട്ടിൽ വെക്കുക. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയ പണിഷ്മെൻറ്റ്സ് കൊടുക്കുക. അടിക്കുക അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് അല്ലാണ്ട് മേ ബി അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം അത് കൊടുക്കാണ്ടിരിക്കുക. കരഞ്ഞാലും കൊടുക്കാണ്ടിരിക്കുക. കരയുമ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം അവന് മനസ്സിലാവും, അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവും കരഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം എനിക്ക് നടക്കുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും പഠിപ്പിക്കരുത്. അപ്പോൾ കുട്ടികളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ജെൻറ്റിൽ പാരൻറ്റിങ് ടൂ മച്ച് ജെൻറ്റിൽ ആവാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക്